എടാ പോണേ, രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. എല്ലാം നമ്മുടെ സുധിച്ചേട്ടന് വേണ്ടിയിട്ട് ആയിരിക്കുന്ന എന്റെ പെണ്ണുമ്പോഴാണ് എനിക്ക് തന്നെ ഇപ്പൊ ഡൗട്ടായി. രേണുസുതി ഞാൻ ഒന്നും പറയില്ല. ഒന്നും പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുതി വേറെ ലെവലായിട്ടാ. സീറ്റ് ബെൽറ്റ് പോലും ഇടാൻ അറിഞ്ഞൂടാത്ത രീതിയിൽ ഇരുന്ന് കളിക്കുകയാണ്. രേണു അറിയാതെ പറ്റിയതുപോലെ അഭിനയിക്കുകയാണ്. കാണാൻ തന്നെ അറിയാം. വൺ മുത്തം കൊടുത്തു. ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. ഇത്ര മാത്രം സീറ്റ് ബെൽറ്റ് പിടിച്ച് താഴ്ത്തി ഇടാനായിട്ട് എന്താണ് രേണു അവിടെ? തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. അതിലവർ തറവാട്ടുകാരി ആയിട്ട് വേണ്ട. ഒരു മാല ഞാൻ കണ്ടായിരുന്നു. മാല കാണിക്കുന്നതാണോ? ഒന്നുകൂടി കാണാം. നമുക്ക് മാല കാണിച്ചതായിരിക്കും അല്ലേ? ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ബിഗ് സീറോ ആണ് ക്വാളിറ്റി എന്ന് പറയുന്ന സാധനം. ബിഗ് സീറോ, അതിൽ ഒരു കോംപ്രമൈസ് ഇല്ല. ബിഗ് സീറോ ആണ്. എന്താണ് സമൂഹത്തിലോട്ട് നീ കാഴ്ച വെക്കുന്നതെന്ന് വെച്ചാൽ ബിഗ് സീറോ ഒന്നുമല്ല. ഒരിടം എത്തിയിട്ടില്ല. പിന്നെ 100% ഞാൻ യോജിക്കുന്നു. മാല കാണിക്കുന്നതാണ്. മാല 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 ഒരു മാല കാണിച്ചത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ. രേണു അത്രയും പൈസ കൊടുത്ത് വാങ്ങിയ ഒരു മാലയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. മിന്നണ സാരി എടുത്തോണ്ട് അന്തസ് കിട്ടില്ലടി. ആ ഗുണം ജനിക്കുമ്പോഴേ കിട്ടണം. ആ മാല നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മിക്കവാറും ഇനി അടുത്ത് കാണാൻ സാധിക്കും നമുക്ക് മെമ്പർഷിപ്പ് ലൈവിൽ. മറ്റേ ബിജി മോൾ, ബിജി ചേച്ചി, ശ്രുതി തമ്പി, പിന്നെ വേറെ കുറെ അപരാധികളൊക്കെ ഉണ്ട്. ഇതുപോലെ ഇനി മെമ്പർഷിപ്പിൽ മിക്കവാറും കാണാൻ സാധിക്കും. അവിടെ നല്ല വരുമാനം ഉണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സിദ്ധനാ, മഹാസിദ്ധൻ. പുതിയ മാലയൊക്കെ കാണിച്ചത് രേണു എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയിട്ടായിരിക്കും. എന്റെ പൊന്ന് തങ്കഞ്ചേട്ടാ, മോള് പുതിയ മാല വാങ്ങിച്ചായിരുന്നു. തങ്കഞ്ചേട്ടാ കണ്ടായിരുന്ന? ഇല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് മാറ്റി മോള് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണാത്തവർക്ക് കാണാം. ഞാൻ മാല കാണിച്ച് വീഡിയോ ചെയ്ത സ്ഥിതിക്ക് നമുക്ക് അതിന്റെ താഴെ കമന്റ് ഒന്ന് നോക്കാം. ഡ്രസ്സ് ഇറങ്ങിപ്പോയി. മാല കാണിച്ചതാണ്. നിങ്ങൾ എന്തിനാണ് രേണുവിനെ അങ്ങനെ ചിന്തിക്കുന്നത്? ഡ്രസ്സ് മാറ്റി ഇറങ്ങിപ്പോയത് മാല കാണിച്ചതാണ്. വാഴയും വെച്ചാ മതിയായിരുന്നു. ഇനി രേണു ഡ്രസ്സിന്റെ നെക്ക് ഇറങ്ങിപ്പോയി. ഇത്രയും വേണ്ട കേട്ടോ. ആരൊക്കെ ഉപദേശിക്കുന്നു. ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നു. ചാച്ചി എന്താ ശരിക്കും കാണിക്കാൻ ഉദ്ദേശിച്ചത്? മാല, ലോക്കറ്റ്. അമ്മച്ചോടാ, ഞാൻ കണ്ടല്ലേ മാല, ലോക്കറ്റ്. നിങ്ങൾ എന്തുവാ നോക്കുന്നത്? എന്ത് മാലയിലും ലോക്കറ്റിലും നോക്കണേ? ഇവിടെയാണ് നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക സ്റ്റൈല് വേണം. സെലിബ്രിറ്റികളല്ല, എലിവറിറ്റി രേണുസുതി വന്നിറക്കണം. അവിടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ബോഡി ഷേപ്പിംഗ് ആണ്. അതല്ല എലിവറിറ്റി, സ്വയം പ്രഖ്യാപിത എലിവറിറ്റി. പണ്ട് ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഒരു വില ഉണ്ടായിരുന്നു. ആൽബം എന്ന് പറയുമ്പോഴും വില ഉണ്ടായിരുന്നു. ഇതുപോലത്തെ കുറെ ടീംസ് വന്നതിന് ശേഷം അതിന്റെ വിലയും കിട്ടി. അതിന്റെ ഒരു ഒന്നും പറയാനില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അയ്യാ, നിനക്ക് പറ്റിയത് പ്രജീഷും ദാസേട്ടൻ കോളിക്കോടാണ്. ഡ്രാക്കുളയുടെ വില കളയരുത് ദയവ് ചെയ്തിട്ട്. ഉള്ള കാര്യം പറയാം. അമ്മച്ചിയാണ്. കാരണം രേണു പറയുന്ന പല കള്ളങ്ങളെയാണ് ഞാൻ പൊളിച്ചടിക്കിട്ടുള്ളത്. അതങ്ങനെയല്ലേ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പൊ രേണുവിന് പൊട്ട്. അങ്ങനെ അവസാനം പൊട്ടിയാണ് കൊണ്ട് കേസ് കൊടുത്ത്. ആര് മുഞ്ചി? ഞാൻ ഒന്നും പറയുന്നില്ല. പൊട്ട്. അയാൾ എളുപ്പത്തിൽ ആ പരാതിയിൽ നിന്നും പുറത്ത് കടന്നു. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല. ആരാണേലും ചിരിച്ചു പോകും. അതിന്റെ തുടക്കത്തിൽ അയാൾ പറയുന്നത് ഇങ്ങനെയാണ്. റെലവന്റ് എന്ന് പറയുന്ന സാധനം 7 അയലത്ത് കൂടി പോയിട്ടില്ല. സത്യമല്ല ഞാൻ പറയുന്നത്. മച്ചല്ലേ സത്യമല്ലേ? മച്ചാണ് സത്യമാണോ? പിന്നല്ലാണ്ട് എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.